ഹായ് ഡിയേഴ്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മിൽറ്റിൽ വേൾഡ്. അപ്പോൾ ഞാൻ ഇന്നലെ കാണിച്ചത് പാർട്ട് 2 ആണ് ഇപ്പോൾ കാണിക്കുന്നത്. ഹൈലൈറ്റ് മാളിൽ തന്നെയാണ് കേട്ടോ. ഹൈലൈറ്റ് മാളിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് ഈ ബൊമ്മേനെ പിക്ക് ചെയ്യണ ഗെയിമാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി അവരുടെ ഗെയിം സോണിൽ പോയപ്പോൾ. 500 രൂപയാണ് ടിക്കറ്റിന് വില കേട്ടോ. ഞാനിത് ടി വിയിലൊക്കെയാണ് കണ്ടിട്ടുണ്ടായിരുന്നത്. നമ്മുടെ ഇവിടെ തൃശ്ശൂർ ഞാൻ അങ്ങനെ ഏത് മാളിലും ഹൈലൈറ്റ് മാളിൽ കയറിയിട്ടുണ്ടെങ്കിലും ഇങ്ങനെ കണ്ടിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഏത് കളിക്ക് ഗെയിം എടുക്കുകയാണെങ്കിലും 500 രൂപയാണ് ടിക്കറ്റിന്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഞങ്ങളിതെല്ലാം കറങ്ങി എല്ലാ ഭംഗിയിൽ കണ്ടു എന്നല്ലാണ്ട് വേറെ ഒന്നും ഞങ്ങളവിടെ നിന്ന് മേടിച്ചൊന്നുമില്ല കേട്ടോ. എല്ലാ ബൊമ്മകളെയും കാണുമ്പോൾ എനിക്ക് ഭയങ്കര കൊതിയൊക്കെ തോന്നി. എന്ത് രസമല്ല അത്രയും കാണാൻ. പിന്നെ ഞാനിത് ഇൻസ്റ്റാഗ്രാമിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ ഇങ്ങനെ ബൊമ്മേനെ തിരഞ്ഞെടുക്കാൻ കളി. ആദ്യമായിട്ടാണ് ഹൈലൈറ്റ് മാളിൽ പോയിട്ട് ഞാൻ അത് കാണണം കേട്ടോ. പിന്നെ ഞാൻ തൃപ്രയർ വൈ മാളിൽ ഞാൻ ജസ്റ്റ് ഇത് കണ്ടിട്ടുണ്ട് കേട്ടോ, ഈ ഗെയിം സോണൊക്കെ. അല്ലാണ്ട് ഇവിടെ ഹൈലൈറ്റ് മാളിൽ വേറെ, നമ്മുടെ കുട്ടല്ലൂരിലുള്ള ഹൈലൈറ്റ് മാളിൽ വേറെ ഗെയിംസാണ്. ഇവിടെ ഇങ്ങനത്തെ ഇതേപോലത്തെ ഗെയിംസ് അല്ല, വേറെ ഗെയിംസുകളാണ്. ഇപ്പോൾ പുതിയത് വന്നിട്ടുണ്ടെന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ ഈ അടുത്തൊന്നും പോയിട്ടില്ല. അപ്പോൾ അതായത് കണ്ടില്ല കുറേ ഗെയിംസിൻ്റെ കുറേ സെക്ഷൻ ഈ ഭാഗത്തുണ്ടായിരുന്നു പ്ലേ സോണിൽ. അതിനൊക്കെ എല്ലാത്തിനും ടിക്കറ്റിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് 500 ആയിരുന്നു. ഇതൊക്കെ ഞാൻ എന്താ പറയുക ഇൻസ്റ്റയിലും മറ്റേ ടി വിയിലും യൂട്യൂബിലൊക്കെയാണ് കണ്ടത്. ടീയക്കുട്ടിയുടെ വീഡിയോയിലൊക്കെയാണ് ഞാൻ ഏറ്റവും കൂടുതൽ കണ്ടിരുന്നത് കേട്ടോ, ഈ ഹോഴ്സ് റൈഡിങ്ങും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മുടെ ഇവിടുത്തെ മാളുകളിലൊന്നും ഞാൻ അത് കണ്ടിട്ടില്ല എന്നാണ് എൻ്റെ അറിവ്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ഇതേ കണ്ടില്ല ഞാൻ പറഞ്ഞ ടണലിൻ്റെ ഇതും ഞങ്ങൾ നോക്കി. സ്നോ വേൾഡിലേക്കാണ് ഇത് എത്തുക കേട്ടോ. സ്നോ വേൾഡ് ഉണ്ട് ഇവിടെ, നല്ല രസമുണ്ടായിരുന്നു. സ്നോ വേൾഡ് ഫാൻറ്റസി പാർക്ക്. അതിലെ ടിക്കറ്റിന് കുട്ടികൾക്ക് 450, വലിയവർക്ക് മുതിർന്നവർക്ക് 550 റേറ്റ് കണ്ടേട്ടാ. അപ്പോൾ ഞങ്ങൾ വേഗം അവിടെ നിന്ന് പോകുന്നു, കാരണം അരമണിക്കൂറാണ് അവിടെ സ്പെൻഡ് ചെയ്യണം. അത് കഴിഞ്ഞ് ഇങ്ങോട്ട് വന്നപ്പോൾ പെയിൻറ്റിങ് എക്സിബിഷൻ കണ്ടു. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. നല്ല അർത്ഥമുള്ള പെയിൻറ്റിങ്ങുകൾ, ഇതൊക്കെ ജീവൻ തുടിക്കുന്ന പെയിൻറ്റിങ്ങുകൾ പോലെയാണ് എനിക്ക് തോന്നിയത് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു. ഇതൊക്കെ വരച്ച കലാകാരന്മാർക്ക് എന്തായാലും അഭിനന്ദനങ്ങൾ. നമുക്ക് മേടിക്കാൻ പറ്റുന്ന ഒരു റേഞ്ച് അല്ലാത്തവരാണ് നമ്മൾ നോക്കാഞ്ഞ്. പക്ഷേ എനിക്ക് ഈ പെയിൻറ്റിംഗ് ഒക്കെ ഭയങ്കര ഇഷ്ടമാണ്. അപ്രിസിയേഷൻ ചെയ്യാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. കാരണം നല്ല ജീവൻ തുടിക്കുന്ന ചിത്രങ്ങളാണ് അവർ വരച്ചു വെച്ചിരിക്കുന്നത്. കാണുമ്പോൾ തന്നെ എന്ത് രസമായിട്ടാണ് അത്. നമുക്ക് അവരുടെ ആ ഫോട്ടോയിൽ ശരിക്കും മനസ്സിലാവും, ശരിക്കും ഒറിജിനൽ പോലെ ജീവൻ തുടിക്കുന്ന ചിത്രങ്ങൾ പോലെയാണ് അവർ ചിത്രണത്. അതേപോലെ ഓരോ പെയിൻറ്റിങ്ങിനും ഓരോ അർത്ഥമാണെന്ന് തോന്നുന്നു. അതൊക്കെ എല്ലാവരും നല്ല രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. എന്താ പറയുക, ആരുടെ ഫോട്ടോസ് മോശം എന്ന് പറയില്ല, ഒന്നിനൊന്നും മെച്ചെന്ന് പറഞ്ഞ പോലെയാണ്. അതേപോലെ ഇങ്ങനത്തെ ഓരോ ആർട്ടുകളുണ്ട്. അത് കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി, ഹൈലൈറ്റ് മാളിൽ നിന്ന് ഇറങ്ങി ഞങ്ങൾ നേരെ പോകുന്നത് ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിരുന്നു. കാരണം 12:30 ഞങ്ങൾക്ക് 12:30ക്കാണ് ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഞങ്ങൾ ഹൈലൈറ്റ് മാളിൽ നിന്ന് ഇറങ്ങി വണ്ടി ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. കുറച്ച് ദൂരം ഇതുണ്ടായിരുന്നു. ഞങ്ങൾക്ക് കുറ്റിച്ചിറ റോഡിലാണ്, കുറ്റിച്ചിറ അങ്ങനെ എന്തോ ഒരു ഹോട്ടലിലാണ് ഫുഡ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഞങ്ങളുടെ വക ഒരു ഡാൻസും ഇതൊക്കെ ഉണ്ടായിരുന്നു. കാരണം ഭക്ഷണം ദഹിക്കണ്ടേ, ഭക്ഷണം കഴിക്കാൻ പോകുന്നതല്ലേ. അപ്പോൾ ഞങ്ങളോടൊക്കെ നന്നായി ഡാൻസ് കളിക്കാൻ പറഞ്ഞപ്പോൾ ഞങ്ങൾ നല്ല ഇതിലായിട്ട് സെക്രട്ടറി ഒക്കെ ആയിട്ട് ഭയങ്കര വൈബായിട്ട് ഭയങ്കര തുള്ളലാണ് കേട്ടോ. തുള്ളൽ എന്ന് പറയുമ്പോൾ പ്രായഭേദമന്യ ചേച്ചിമാരും എല്ലാവരും ഉണ്ടായിരുന്നു, അനിയത്തിമാരും എല്ലാവരും. അങ്ങനെ ഇന്നൊരു ഏജ് ഗ്രൂപ്പ് എന്ന് പറയാൻ പറ്റില്ല, എല്ലാ ഏജുകാരും അതേ നല്ല രീതിയിൽ ഡാൻസ് കളിച്ചിട്ടുണ്ടായിരുന്നു. ഞങ്ങൾക്ക് ഇന്നൊരു ചെറുപ്പക്കാർ മുതിർന്നവരൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാനൊക്കെ നല്ല തുള്ളൽ തന്നെയായിരുന്നു കേട്ടോ. എന്താ പാട്ടെന്നൊന്നും അറിയില്ല, എന്നാലും ഞാൻ തുള്ളൽ നമുക്ക് കിട്ടിയ അവസരം നമ്മൾ നന്നായി മുതലാക്കി. അപ്പോൾ ചില ചേച്ചിമാരിങ്ങനെ അവിടെ ഇരുന്ന് പ്രോത്സാഹിപ്പിക്കല്ലാണ്ട് എണീറ്റ് വരലൊന്നും ഉണ്ടായിരുന്നില്ല. അവർ ചാറ്റൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതേപോലെ ഞങ്ങളുടെ തുള്ളലും കാര്യങ്ങളൊക്കെ കണ്ട് ഞങ്ങളുടെ സെക്രട്ടറിക്ക് ഭയങ്കര ഇഷ്ടമായി. പുതിയ സ്റ്റെപ്പൊക്കെ ഞങ്ങൾ ഉണ്ടാക്കി തുടങ്ങിയിട്ടാണ്. ഞങ്ങളുടെ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഭയങ്കര സ്റ്റെപ്പുകളാണ്. മാങ്ങച്ചപ്പറി ചെറിക്കുത്ത് എന്ന് പറഞ്ഞ പോലെയാണ്. പിന്നെ മാപ്പിളപ്പാട്ടൊക്കെ ആയിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞ് ഞങ്ങൾ നല്ല ഡാൻസും കൂത്തൊക്കെ കഴിഞ്ഞ് ഞങ്ങൾക്ക് പാട്ടൊക്കെ നിർത്തുമ്പോൾ ഞങ്ങൾ ഭയങ്കര ദേഷ്യമാണ്. പിന്നെ വീണ്ടും ഇങ്ങനെ തുടർന്ന് ഓരോ പാട്ടിനായിരുന്നു തുള്ളൽ എന്ന് പറഞ്ഞ പോലെയാണ്, തുള്ളൽ എന്ന് പറഞ്ഞ പോലെയാണ് തുള്ളിയോണ്ടിരുന്നത്. അപ്പോൾ പിന്നെ ഭക്ഷണം കഴിക്കാൻ പോവുമല്ലേ എന്ന് വിചാരിച്ചിട്ടാണ് പിന്നെ നന്നായി ഡാൻസ് കളിച്ചിരുന്നത്. കാരണം ഭക്ഷണം കഴിക്കുമ്പോൾ നമുക്ക് കഴിച്ചതൊക്കെ ദഹിക്കണ്ടേ. അത് കാരണം ഭയങ്കര തുള്ളലും കാര്യങ്ങളൊക്കെ ആയിരുന്നു. അതേപോലെ ചേട്ടന്മാരൊക്കെ ബാക്കിലും നന്നായി കളിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഭയങ്കരമായിട്ട് ഡാൻസ് കളി ഭയങ്കര എനർജിയിൽ കളിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം രാവിലെ ഇഡ്ഡലി കഴിച്ചതൊക്കെ ദഹിക്കണ്ടേ. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ തുള്ളലൊന്നും കഴിഞ്ഞിട്ടില്ല. ഞങ്ങളുടെ തുള്ളൽ ഏകദേശം അവിടെ തറയപ്പോഴാണ് ഞങ്ങളുടെ തുള്ളലും കാര്യങ്ങളൊക്കെ കഴിഞ്ഞത് കേട്ടോ. അപ്പോൾ ഇതൊരു ചേട്ടനാണ് വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ ഫുഡ് കഴിക്കുന്ന സ്ഥലത്തേക്ക് എത്തിയിട്ട് ഞങ്ങൾ ഉച്ചയ്ക്ക് ബിരിയാണിയാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഞങ്ങളുടെ ബിരിയാണി കഴിക്കാനുള്ള സ്ഥലത്തേക്ക് എത്തി. കുറ്റിച്ചിറ കുറ്റിച്ചിറ ബിരിയാണി ഹൗസ് അങ്ങനത്തെ എന്തൊരു സ്ഥലമായിരുന്നു. അപ്പോൾ അവിടേക്ക് 12 മണിക്ക് ഉള്ളിൽ ചെല്ലണമെന്ന് പറയണത്. കാരണം 12:30 1 മണിയൊക്കെ ആകുമ്പോൾ അവർക്ക് പള്ളിയുള്ള ദിവസമായിരുന്നു, നേരം വൈകുന്നു പറയാനും ഞങ്ങളവിടെ കൊണ്ടിറക്കി. ഞങ്ങളതേ ഭക്ഷണം കഴിക്കാൻ കയറ്റി. അപ്പോൾ ഞങ്ങൾ കഴിക്കണോടത്തിൻ്റെ തൊട്ടടുത്ത് തന്നെയായിരുന്നു പാരഗണിൻ്റെ തൊട്ടടുത്ത ബീച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. പാരഗണ പോകുമെന്ന് വിചാരിച്ചത്, പക്ഷേ പാരഗണ അല്ല ഞങ്ങൾ പോയത്. ഞങ്ങളിപ്പോൾ പോയത് ഞാൻ കാണിച്ചെന്ന കുറ്റിച്ചിറ ഹോട്ടലിലേക്കാണ് ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട്, ബീച്ചും കാര്യങ്ങളൊക്കെ ഭയങ്കര ഇഷ്ടമായി. അടിപൊളി ബീച്ചും കാര്യങ്ങളൊക്കെയാണ്. കോഴിക്കോട് ഏറ്റവും നല്ലത് കാണാൻ ബീച്ചാണ്. അപ്പോൾ ഞങ്ങൾ വണ്ടി അവിടെ പാർക്ക് ചെയ്തിട്ടാണ് ഞങ്ങൾ വിടാൻ. ഞങ്ങളവിടെ കൊണ്ടാക്കി അവിടെ നിന്ന് ഞങ്ങൾ നടക്കുകയാണ്. പിന്നെ അവിടെ ചെന്നാൽ നമുക്ക് ഒരു സ്വഭാവം ഉണ്ടല്ലോ, എല്ലായിടത്തും പോയിട്ട് കുറ്റിച്ചിറ ബിരിയാണി ഹൗസിലായിരുന്നു ബിരിയാണിയൊക്കെ മേടിച്ചു. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊക്കെ നോക്കി എല്ലാവരും ചിക്കൻ ബിരിയാണി തന്നെ പറഞ്ഞിരുന്നത്. അപ്പോൾ ഞങ്ങൾ ചിക്കൻ ബിരിയാണിയൊക്കെ കഴിച്ച് നല്ല രീതിയിൽ കഴിച്ച് അവിടെ നിന്ന് വീണ്ടും പുറപ്പെട്ടു.
അടുത്ത ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഞങ്ങൾ പോയത് നമ്മുടെ പ്ലാനറ്റോറിയം ആയിരുന്നു ഞങ്ങൾ പോയത് കേട്ടോ. അപ്പോൾ ബീച്ച് കാണുമ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇതുണ്ടായിരുന്നു. പാരഗണൊക്കെ കണ്ടു കേട്ടോ. പാരഗൺ ഇത് കണ്ടു. അത് കഴിഞ്ഞത് ഞങ്ങൾ ബീച്ചിൻ്റെ സൈഡിൽ കൂടെയാണ് പോണത്. അപ്പോൾ ഞങ്ങളെ ബീച്ചിൽ ഇറക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേട്ടൻ, സെക്രട്ടറി ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. സെക്രട്ടറി ചേട്ടൻ്റെ പേര് സുരജ് എന്നാണ്. അപ്പോൾ അത് ഞങ്ങൾ ഇങ്ങനെ പോയോണ്ടിരിക്കുകയാണ്. നല്ല രീതിയിൽ ബീച്ച് ഇങ്ങനെ നിരന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമായി. എന്താ പറയുക, കോഴിക്കോട് എന്ന് പറയുമ്പോൾ നമ്മൾ മിഠായി തെരുവ്, ബീച്ച്, ഇതൊക്കെയാണല്ലോ കോഴിക്കോടുകാരുടെ സ്നേഹം അനുഭവിക്കാനാണ് ഞങ്ങളത് പോയത്. അപ്പോൾ ഈ വീഡിയോ ഏതെങ്കിലും കോഴിക്കോടുകാർ കാണണമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തോളോ, കമൻറ്റ് ചെയ്തോളോ. നിങ്ങൾ കോഴിക്കോടുകാരാണ്, കോഴിക്കോടുകാരുടെ പവർ എന്താണെന്ന് കാണട്ടെ. അപ്പോൾ അതേ കുറച്ച് ദൂരം ഞങ്ങൾ പോവാണ്ട് പ്ലാനറ്റോറിയത്തിൻ്റെ അവിടെ എത്തുമ്പോൾ ടിക്കറ്റും കാര്യങ്ങളൊക്കെ എടുക്കണമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. കുറച്ച് ദൂരം ഞങ്ങൾക്ക് ഇവിടുന്ന് കുറേ 2 വട്ടം വഴി തെറ്റി ഞങ്ങൾക്ക്. പ്ലാനറ്റോറിയത്തിൻ്റെ ഇടയ്ക്കുള്ള വഴി ഞങ്ങളുടെ ബസ്സുകാർക്ക് വഴി തെറ്റിയിട്ടാണ് പോയത്. ഹോട്ടലിൻ്റെ അവിടെ നിന്ന് കുറച്ച് അങ്ങോട്ട് നീങ്ങിയിട്ടാണ് പോയത്. അപ്പോൾ 2 വട്ടം ഞങ്ങൾ കറങ്ങി. അപ്പോൾ ആ സമയമൊക്കെ ഞങ്ങൾക്ക് ശരിക്കും മിസ്സിങ് ആയി. പിന്നെ അതേപോലെ നമ്മുടെ ബീച്ചിൻ്റെ അവിടെ ഒന്നും ഇല്ലാത്തതാണ് ഇതേപോലത്തെ ബീച്ചിൽ ഷോപ്പിംഗ്, ഇവിടെ ബീച്ച് ഫെസ്റ്റ് എന്താ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു കേട്ടോ. അതേപോലെ ഷോപ്പിംഗ് ഏരിയകൾ ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ തൃശ്ശൂർ ബീച്ചുകളിൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കോഴിക്കോടത്തെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഏറ്റവും കൂടുതൽ മിസ്സിങ് ആയത് ഐശ്വരത്തി കഴിക്കാൻ പറ്റിയില്ല. കാരണം ഞാൻ ഇൻസ്റ്റയിൽ ഏറ്റവും കൂടുതൽ റീൽ കാണുന്നത് ഐശ്വരത്തി തന്നെയാണ്. അതെനിക്ക് കഴിക്കാൻ പറ്റില്ല, അതൊരു വിഷമം ഉണ്ടായിരുന്നു. പിന്നെ നല്ല ബീച്ച് നീറ്റ് ആൻഡ് ക്ലീൻ ആയിരുന്നു. എന്താ പറയുക, ഒരു വൃത്തികേടും ഇല്ല. നല്ല ക്ലീനിങ്ങിലാണ് ബീച്ച് കൊണ്ട് നടക്കണം കേട്ടോ. അതേപോലെ നമ്മുടെ സ്നേഹതീരം ബീച്ചാണ്, ക്ലീനിങ് തന്നെയാണ്. പക്ഷേ അത്രയും ഭംഗിയല്ല പറയണത്. എന്തൊരു പ്രത്യേകത കോഴിക്കോട് ബീച്ചിനുണ്ട്. നമ്മുടെ വാസ്കോ ഡ ഗാമ വന്ന കാരണമാണോ എന്ന് എനിക്കറിയില്ല കേട്ടോ. ഇനി അതേപോലെ എന്താ പറയുക, നിങ്ങൾ കാണുന്നില്ല, നല്ല രസമുണ്ട്. അപ്പോൾ ഇത്രയുള്ള ഇന്നത്തെ വീഡിയോയിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അത്രയുള്ള ഇന്നത്തെ വീഡിയോ കേട്ടോ. അപ്പോൾ എല്ലാവരും കാണുന്നുണ്ടെങ്കിൽ എന്തായാലും അതെ ലൈക്ക് ചെയ്തോളൂ.